സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമസ്കാരം, ഞാൻ ചാക്യാർ. ഇക്കാലത്തെ കുട്ടികൾ ബുദ്ധിശാലികളാണ്. അവർക്ക് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനും പറ്റും. എന്നിരുന്നാലും അവരുടെ ചുറ്റും ചില ചതിക്കുഴികൾ ഉണ്ടോ എന്ന് ചാക്യാർക്കൊരു സംശയം. ഇതെന്താ ഇവിടെ നടക്കണേ? ചുമ്മാ വലിക്കാ വിടുക. പോലും അറിയില്ല ഇവരെന്താ വലിക്കണേന്ന്. ഇവരുടെ ഭാവി എന്താവോ ആവോ. നീ ഇന്നത്തെ കാര്യം അറിഞ്ഞു? ആദ്യം ഒരെണ്ണം വീട് വെള്ളം. വെള്ളമൊന്നുമില്ല, ഇതിന്റെ സുഖം വെള്ളം അടിക്കാതെ കുടിക്കുന്നു. ഇതെന്താ ഈ തവിട്ട് നിറത്തിലുള്ള വെള്ളം? ചുമ്മാ കുടിക്കുകയാണല്ലോ. അവർക്ക് ദാഹം തീർക്കാനാണെങ്കിൽ സാധാ വെള്ളം കുടിച്ചാ പോലെ. ഞാൻ കുടിക്കട്ടെ. നാരങ്ങ അച്ചാറ്. എടാ ഉപ്പടാ. നാരങ്ങ അച്ചാറാ. ഉപ്പ് നീ നക്കി നോക്ക്. നിനക്കുപ്പാണെങ്കിൽ നിനക്കുപ്പ, എനിക്ക് നാരങ്ങ അച്ചാറ്. നീ അടുത്തേട്. പൈസ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്റെ ഭഗവാനെ? വെള്ളത്തിലും ലഹരി, മിഠായിയിലും ലഹരി, പുകയിലും ലഹരി. ഭഗവാനെ, മോനെ നന്ദു, മോനെ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ മോനെ. പുറത്തു പോയാൽ നീ ആരടുത്തും ഒന്നും മാഞ്ചി കഴിക്കരുത്. കടയിൽ പോയാൽ കള്ളാർ മുട്ടയോ ഒന്നും മാഞ്ചി കഴിക്കരുത്, ഭയങ്കര ലഹരിയാ. അതുകൊണ്ട് ഞാനോ അതോ അമ്മയോ വാങ്ങിക്കുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാവൂ. വേറെ ആരും വാങ്ങിച്ചു തരുന്ന സാധനങ്ങളൊന്നും കഴിക്കില്ല മോനെ കേട്ടോ. സ്കൂളിലായാലും ശരിയാണ് കേട്ടോ മോനെ. മിഠായിയൊന്നും വാങ്ങിക്കണം, നമുക്ക് പോവാം. കാരണം അച്ഛൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അടുത്ത്. പത്രത്തിൽ വരെ ലഹരിയെക്കുറിച്ചാണ് മൊത്തം ഹെഡ്ലൈൻസ് വരെ. അച്ഛൻ പറഞ്ഞിപ്പം മിഠായിൽ ചിലവരൊക്കെ ലഹരി ചേർത്ത് ആരെയും കാണാതെയൊക്കെ വിൽക്കുന്നുണ്ട്. ഒരു കടയും വിശ്വസിക്കാനൊന്നും പറ്റില്ല, എല്ലായിടത്തും ചതിക്കുഴികളാണ്. മോളെ, ഇത് എൻ്റെ ആകെ ഒരു സ്പെഷ്യൽ മുട്ടായി. നാളെ വേണം കേട്ടോ. ഓ വരാം. ഇന്നലെ നമ്മൾ ട്രാഫിക്കിനെ കുറിച്ചും ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും ഡിസിപ്ലിനെ കുറിച്ചും പഠിച്ചായിരുന്നു. ട്രാഫിക്കിനെ കുറിച്ച് മീനു പറഞ്ഞേ. നമ്മൾ എപ്പോഴും നടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ നടക്കാവുള്ളൂ, കറക്റ്റ് പോകില്ല. നമ്മള് റൈറ്റ് സൈഡിൽ കൂടെ നടന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടി പെട്ടെന്ന് കാണാൻ പറ്റും. അടുത്ത ഡിസിപ്ലിനെ കുറിച്ച് അപ്പു പറഞ്ഞേ. നമ്മൾ പേരൻസിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അത് നല്ല പോയിന്റാ. നിങ്ങൾ എല്ലാരും ഗ്രൗണ്ടിൽ പോയി കളിച്ചോളൂ. മിഠായി
സത്യം. മീനു വേണ്ട, അയ്യോ വേണ്ട മീനു. അച്ഛൻ പറഞ്ഞിപ്പോ ലഹരിയൊക്കെ ചേർന്ന് മിഠായികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ എന്ത് മിഠായി പോലും എനിക്ക് അറിഞ്ഞണം. വേണ്ട മാമു, വാ നമുക്ക് പോവാം. And the cup of wind in the tap with the who in the German check to the bed don't cheap paper mat cupid the factory. കുട്ടികളെ എല്ലാരും ഹോംവർക്ക് ഒക്കെ ചെയ്തല്ലോ അല്ലേ? ചന്തു നീ ഹോംവർക്ക് ചെയ്തോ? മീനു എന്ത് പറ്റി ഇങ്ങനെ കിടക്കുന്നു? ഇതുപോലെ ഈ എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ഹലോ ആംബുലൻസ്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. പരിശോധനയിൽ കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥം കടന്നിട്ടുണ്ട്. ഡോക്ടർ, ഒരു സംശയം സംസാരിക്കാൻ വരാമോ? പോലീസിനെ അറിയിച്ചായിരുന്നു. ഉടൻ തന്നെ കോൾ ചെയ്യാം. ഡോക്ടർ ശ്രദ്ധിച്ചിരുന്നു. കാരണം പൊതുവെ മീനും ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഈയിടെയായിട്ട് വല്ലാത്ത വയ്യാത്ത പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചിട്ട് കുട്ടിയൊന്നും പറയുന്നില്ല. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഡോക്ടർ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. പദാർത്ഥം കടന്നത് മൂലമാണ് വീടിന്റെ മരവിപ്പ് സംഭവിച്ചത്. അതുമൂലമാണ് ഈ കുട്ടിക്ക് ഈ അവസ്ഥ. എന്നാലും എൻ്റെ ടീച്ചറെ, ഈ കുട്ടിക്ക് എവിടെ നിന്നായിരിക്കും ലഹരി വസ്തുക്കൾ കിട്ടുന്നത്? ഹലോ പോലീസ് സ്റ്റേഷൻ, ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആണ് വിളിക്കുന്നത്. ഇവിടെ ഒരു കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു. ആ കൊച്ചിനുള്ളിൽ ലഹരി കടന്നിട്ടുണ്ട്. ഏതൊരു വാസുവിൻ്റെ കടയിൽ നിന്നാണ് കുഞ്ഞ് മിഠായി വാങ്ങിച്ചതെന്നാണ് അറിയുന്നത്. സാർ ഇതൊന്ന് അന്വേഷിക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ അന്വേഷിക്കാം. കോൺസ്റ്റബിൾസ് വണ്ടി എടുക്കൂ. ഇപ്പോഴോ മത്സരമായിട്ടിട്ട് വാടേ. അങ്ങനെ ഒരു ഏബ്യന്റെ കാലവും കഴിഞ്ഞു.
പക്ഷേ മക്കളെ, നിങ്ങൾ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. ഇതേപോലത്തെ ആൾക്കാർ നിങ്ങളെ വീണ്ടും പിടികൂടാനായി വരും.